അതാണ് ശ്രീ ശങ്കർ. ഇവിടെ നമുക്ക് ഈ നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ദുരന്തത്തിലെ ആദ്യഘട്ടം മുതൽ ഒരു ആക്ഷേപമായി ഉയർന്നു വന്നത് പ്രവചനങ്ങളുടെ ഒരു അപര്യാപ്തത. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുങ്ങുന്നു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സാധാരണ രീതിയിലല്ല സാഹചര്യങ്ങൾ. കുറച്ചുകൂടി കരുതേണ്ട ഒരു സ്ഥലമാണ് അത്. പലപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി അടക്കം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴും ഈ കരുതലും ജാഗ്രതയും കാര്യമായി തന്നെ വേണം. നമ്മൾ ഈ വിഷയത്തിൽ വേണ്ട വിധം ഇതിനൊരു മുൻഗണന നൽകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഇത് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അത് ഇത്തരം വലിയ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്തു ചെയ്യണം എന്നുകൂടി ആലോചിക്കണം. കാരണം ദുരന്തം കഴിഞ്ഞിട്ട് ഏഴാം ദിവസമാണ്. നമ്മുടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. നമുക്കിനിയും പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഇനിയും കൂടുതൽ ജീവനുകൾ പ്രകൃതി ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു കൂടാ എന്നുള്ള കാര്യവും അതിനും പ്രാധാന്യം കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഈ കരുതലും ജാഗ്രതയും ഒരേപോലെ ആവശ്യമുള്ള ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിക്കുള്ള സമയം തുടങ്ങുകയായി. ഇപ്പോൾ തെരച്ചിൽ കഴിഞ്ഞു. ഇപ്പം ആളുകളെ കിട്ടാനുള്ള ആൾക്കാരെയെല്ലാം കിട്ടി. നമ്മൾ രണ്ടാമത്തെ ഘട്ട ഒരു പുനർനിർമ്മിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ വയനാട് എങ്ങനെ ആവണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചകൾ തുടങ്ങി വെക്കേണ്ട ഒരു സമയമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പുത്തൻ പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് നമ്മൾ പതുക്കെ നടന്ന് നീങ്ങേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മൾ റീസെറ്റിൽമെൻ്റ് ആണെങ്കിലും അത് പുനരധിവാസമൊക്കെ തന്നെയാണെങ്കിലും എന്ത് നടപടിയാണെങ്കിലും അത് സമയബന്ധിതമായിട്ട് നടപ്പാക്കേണ്ട കാര്യമുണ്ട്. കാരണം അത്രമേൽ വേദന അനുഭവിക്കുന്ന ഒരു ജനതയാണ്, അത്രമേൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. അവരുടെ കൈത്താങ്ങായിട്ട് കേരളം ഒറ്റ മനസ്സോടെ നിൽക്കുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ കണ്ണുനീര് അവരുടെ മനസ്സിലെ വേദന പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കർത്തവ്യമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പം ആ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള കരുതലോടുകൂടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിയിലേക്ക് നമ്മൾ പോകാൻ സമയമായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം നമ്മൾ ഈ നിർമ്മാണങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യാപകമായി ചർച്ച ചെയ്ത് ഈ പ്രളയ സമയത്താണ്. 2018-ലും 2017, 2019 കാര്യമായി ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ വയനാടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ വളരെ വളറബിളായുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഈ എക്കോ ഫ്രജൈലായ ലാൻഡാണ് എന്ന് പറയുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകത വേണം എന്നുള്ള ആവശ്യം കാലാകാലങ്ങളായി താങ്കളടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കെട്ടിടങ്ങൾ നിർമ്മിക്കാം എന്നുള്ള പ്രധാന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞു, ഈ ക്വാറികളുടെ സാന്നിധ്യം ചുറ്റുപാടുമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. മറ്റൊന്ന്, ഇവിടെ പ്രധാനമായും നഷ്ടപ്പെട്ട ഒരുപാട് റിസോർട്ടുകൾ ഈ മേഖലയിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകളെ കുടുങ്ങിയ പശ്ചാത്തലമൊക്കെ കണ്ടു. റിസോർട്ടുകൾക്കൊക്കെ പറ്റിയ സംഗതിയാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ നിർമ്മാണ കാര്യത്തിലും അതിപ്പോൾ സ്വാധീനം ചെലുത്തിയാണെങ്കിലും അല്ലെങ്കിലും അത്തരം കാര്യങ്ങളിലും കുറച്ചുകൂടി പ്രാധാന്യം നൽകണം. ജനവാസമൊക്കെ ഏതൊക്കെ മേഖലകളിൽ വേണം എന്നത് നിശ്ചയിക്കണം. അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണം. ഇതൊന്നും സംഭവിക്കാതിരിക്കുന്നു. പലപ്പോഴും അത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയും കൂട്ടുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുരന്തം ഈ കണ്ണകലെയുള്ള ഒരു പ്രതിഭാസമായിട്ട് 2004 നമ്മുടെ കേരളത്തിൻ്റെ ചെറിയൊരു വിഭാഗത്ത് സുനാമി രാക്ഷസത്തിരകൾ വന്നടക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത്, ആഴവും വ്യാപ്തിയും കുറിച്ച് തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും 2018 ആകുമ്പോഴത്തേക്ക് 14 വർഷം കഴിഞ്ഞ് കേരളം മുഴുവൻ ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ, വെള്ളപ്പൊക്കം നമ്മുടെ വീടുകളിൽ കൂടെ നമ്മുടെ നാട്ടിലൂടെ ഈ കര കവിഞ്ഞൊഴുകിയപ്പോൾ, അത് കഴിഞ്ഞ് 2010 അടുത്ത വർഷം തന്നെ അതൊരു അതായിട്ട് അവതരിപ്പിച്ചപ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുവാനായിട്ട് മറന്നുപോയി എന്ന് ഖേദപൂർവ്വം പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടായി. ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഫലവത്തായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കേരളത്തിൽ മറന്നുപോയത് ഒരു കാര്യമാണ്. കാരണം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ തീവ്രത നമുക്ക് ഈ കലണ്ടർ ഇവൻ്റ് പോലെ കൂടാനിരിക്കുന്നതേ ഉള്ളൂ.
ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ കേരളത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പ്രവർത്തനം തീർച്ചയായിട്ടും വലിയ മലനിരകളുള്ള കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം വീതി കുറഞ്ഞൊരു ഭൂഭാഗമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് കടൽ തൊട്ട് ഈ മല വരെയുള്ള വീതി എന്ന് പറയുന്നത് ശരാശരി 40 കിലോമീറ്റർ മാത്രമുള്ള ഒരു 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 പ്രത്യേക ഭൂഭാഗമാണ് കേരളം. അപ്പം നമുക്ക് കടലും നമ്മുടെ ഇടനാടുകളും ഈ മലമ്പ്രദേശങ്ങളെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഭൂവിനിയോഗത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി പല ചർച്ചകൾ, പല രേഖകൾ, പല പദ്ധതികളൊക്കെ വന്നെങ്കിലും ഇത് കൃത്യമായിട്ട് നിർവചിക്കുവാനോ രേഖപ്പെടുത്തുവാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അത് വലിയൊരു ഒരു ഒരു പോരായ്മയായിട്ടാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. കാരണം 2018 ഞങ്ങൾ പറഞ്ഞു ഭൂവിനിയോഗത്തെക്കുറിച്ചുള്ള രേഖ കൃത്യമായിരിക്കണം, അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം, അത് കർശനമായിട്ട് നിയമപരിരക്ഷയോടുകൂടി ഉറപ്പാക്കിക്കൊണ്ട് അത് നടപ്പാക്കുകയും വേണമെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യക്ക് ഒരു ഭൂപടമുണ്ട്, ദുരന്ത ഭൂപടമുണ്ട്. അതിനകത്ത് കേരളം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന് കാസർഗോഡുള്ള പാറശാല വരെയുള്ള എനിക്ക് മനസ്സിലാക്കാൻ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടില്ലെങ്കിലും ദൗർബല്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരുപക്ഷെ ഭൂമികുലുക്കം ഉണ്ടാവാനുള്ള, വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിശദമായ ലാൻഡ് മാപ്പിംഗ് നമ്മൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2018 രൂപീകരിച്ച റീബിൽഡ് കേരളയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നെന്ന് വെച്ചാൽ ലാൻഡ് യൂസ് മാപ്പ് കൃത്യമായിട്ട് നിർവചിക്കപ്പെടുകയും അത് പൊതുജനങ്ങൾക്ക് ചർച്ചയ്ക്ക് ശേഷം അത് കൃത്യമായിട്ട് നടപ്പാക്കുകയും വേണമെന്നുള്ളതാണ്. പക്ഷേ അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കെട്ടിടനിർമ്മാണ നിയമങ്ങളിൽ തന്നെ സമൂലമായിട്ടുള്ള പരിഷ്കരണം വേണമെന്ന് പറഞ്ഞത്. അത് ഇത്തരം ദുർബലമായ ഭൂമി, വാസയോഗ്യമല്ലാത്ത ഭൂമി, ഇതൊക്കെ പറഞ്ഞ് ക്രമം തിരിച്ചിട്ട് വാസയോഗ്യമായിട്ടുള്ള ഭൂമിയിൽ തന്നെ ഇത്തരം സാധ്യതകൾ നിലനിൽക്കുന്ന ഭൂമിയിൽ എങ്ങനെ എങ്ങനെ പണിയണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർവചനം കൊടുക്കുന്ന നിയമത്തിന്റെ പരിരക്ഷ, നമ്മൾക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി ചെയ്യുന്ന ബിൽഡിംഗ് റൂൾ അമെൻമെന്റ് വേണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നടപ്പാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി കേരളത്തിൽ തൊട്ട് അമാന്തിച്ചുകൂടാ, നമ്മൾ വളരെ നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ നിയമങ്ങളിലേക്ക് പോകണം. വയനാടിനെ സംബന്ധിച്ചോളം, ഞാൻ ഇടുക്കിയെ സംബന്ധിച്ചോളം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ, കെട്ടിട നിർമ്മാണ രീതി പലപ്പോഴും മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇടുക്കിക്കും ഈ മൂന്നാർ അതുപോലെ വയനാട് പ്രദേശങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ഒരു ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കണം. ഹിൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു അതോറിറ്റിയുടെ കീഴിലാവണം അതിൻ്റെ ഒരു നിയമപരിരക്ഷയോടുള്ള ഇടപെടലുകൾ വയനാടിനെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയും. ഇനിയും ഈ വാസയോഗ്യമല്ലാത്ത ഭൂമി, അപകടം പതിയിരിക്കുന്ന ഭൂമിയിൽ ആളുകളെ താമസിപ്പിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് ഈ മരണസംഖ്യ നമ്മളെ സൂചിപ്പിക്കുന്നത്. നിസ്സാര ആൾക്കാരാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ ഒഴിഞ്ഞു പോകും. പലപ്പോഴും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം മലഞ്ചെരികളിൽ താമസിക്കാൻ അവർ നിർബന്ധമാകുന്നത്. അതുകൊണ്ട് അവർക്ക് അതിന് പുനരധിവാസത്തിനുള്ള കൃത്യമായിട്ട് പദ്ധതി അത് നടപ്പാക്കുകയും പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് പുനരധിവസിപ്പിക്കുകയും ചെയ്യേണ്ട നടപടികളിലേക്ക് നമ്മൾ നീങ്ങേണ്ട സമയം തുടങ്ങിയിരിക്കുന്നു. സുഭാഷ് ചന്ദ്ര